ഹലോ യൂട്യൂബ്, ദിസ് ഇസ് ജിറ്റോസ് ഡീമൻ. നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യാൻ പോകുന്ന വണ്ടി ബെനലിയുടെ ഇമ്പീരിയാലെ 400 ആണ്. ഇമ്പീരിയാലെ 400 ഒറ്റ നോട്ടത്തിൽ ഈ വണ്ടിയെ നോക്കുകയാണെങ്കിൽ ഒരു മോഡേൺ റെട്രോ ലുക്കാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ ഈ വണ്ടിയിൽ നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു പെയിൻറ്റ് ക്വാളിറ്റിയാണ് ഈ വണ്ടിക്കുള്ളത്. ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 12 ലിറ്ററാണ്. ഇതിൻ്റെ എൻജിൻ 374 cc എയർ കൂൾ സിംഗിൾ സിലിണ്ടറാണ്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ക്ലാസി ലുക്കാണ് ഈ വണ്ടിക്കുള്ളത്. ഡ്യുവൽ പോഡ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഈ വണ്ടിക്കുള്ളത്. ലെഫ്റ്റിൽ സ്പീഡോമീറ്ററും റൈറ്റിൽ ടാക്കോമീറ്ററുമാണ് കാണിക്കുന്നത്. ഇതിന് രണ്ടെണ്ണത്തിൻ്റെ ഇടയിലായിട്ട് ഗിയർ ഇൻഡിക്കേറ്ററും ഫ്യൂൽ ഇൻഡിക്കേറ്ററുമായിട്ടൊരു ബാറുണ്ട്. ഈ ഒരു വണ്ടിയിൽ ഹസാർഡ് ഇൻഡിക്കേറ്ററിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡ്യൂൽ ഇൻഡിക്കേറ്ററിനായിട്ട് എക്സ്ട്രാ വയറിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി നമുക്ക് ഈ വണ്ടിയുടെ എക്സോസ്റ്റ് സൗണ്ട് കേൾക്കാം. വണ്ടിയുടെ ടാങ്കിൻ്റെ മുകളിലായിട്ട് തൈ ഗ്രിപ്സും കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ റൈഡർ സീറ്റ് വളരെ വൈഡും കംഫർട്ടബിളുമാണ്. പില്ലിയൻ സീറ്റ് വൈഡല്ലാത്ത കാരണം ലോങ് റൈഡൊക്കെ പോകുമ്പോൾ അത്രയ്ക്കും കംഫർട്ടബിൾ ആയിരിക്കില്ല. ഈ ഒരു സെഗ്മെൻറ്റ് മോഡൽ വണ്ടികൾക്ക് അധികമൊന്നും കാണാത്തൊരു ഫീച്ചറാണ് ഈ വണ്ടിയിലുള്ള അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ലിവർ. വണ്ടിയുടെ എക്സ് ഷോറൂം പ്രൈസ് ഏകദേശം 2,20,000 രൂപയാണ്. വണ്ടിയുടെ രണ്ട് സൈഡിലുമായിട്ട് ഗ്രാബ് റെയിൽ ഉണ്ട്. പില്യൺസിന് പിടിക്കാൻ അത്രയ്ക്കും കംഫർട്ടബിൾ ആയിരിക്കില്ല ഈ സൈഡിലുള്ള ഗ്രാബ് റെയിൽ. പില്യൺസിന് പിന്നെയും കംഫർട്ടബിൾ ആവുന്നത് ബാക്കിലുള്ള ഗ്രാബ് റെയിൽ പിടിക്കുന്നതായിരിക്കും. അത്യാവശ്യത്തിന് ഹെവി ആയിട്ടുള്ള വണ്ടിയാണിത്. അതുകൊണ്ട് തന്നെ ബാക്കിലേക്ക് പിടിച്ചേൽക്കാൻ ഈ സൈഡിലുള്ള ഗ്രാബ് റെയിൽ വളരെ യൂസ്ഫുള്ളാണ്. ക്ലാസിക് 350 വെച്ച് നോക്കുമ്പോൾ പിന്നെയും ലൈറ്റാണ് ഈ വണ്ടി. അതും വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടീനെ ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ വണ്ടിയിലുള്ള വേറൊരു ഫീച്ചറാണ് സെൻസർ സ്റ്റാൻഡ്. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡ് ഇടാതെ ഈ വണ്ടി ഗിയറിലേക്ക് വീഴുന്നതല്ല. ഈ വണ്ടിയുടെ പവർ ഡെലിവറി എന്ന് പറയുന്നത് വളരെ സ്മൂത്താണ്. റൈഡറിന് ഈ വണ്ടിയുടെ പവർ ഡെലിവറി ഫീൽ ചെയ്യില്ലെങ്കിലും ബാക്കിലുള്ള പില്യണ് ശരിക്കും ആ വണ്ടിയുടെ പവർ ഡെലിവറി മനസ്സിലാവുന്നതാണ്. ഈ വണ്ടിയുടെ മൈലേജ് നോക്കുകയാണെങ്കിൽ ഒരു സിറ്റി റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ ഏകദേശം 35, ഒരു ഹൈവേ റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 43 നമുക്ക് ഏകദേശം ഇതിൻ്റെ കിട്ടാവുന്ന മൈലേജ്. ഈ വണ്ടിക്ക് കിട്ടുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 170 mm. ഒരു ക്ലാസിക് 350 വെച്ച് നോക്കുമ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വണ്ടിക്കുള്ളത്. ഈ വണ്ടിയുടെ ഫ്രണ്ട് സസ്പെൻഷൻ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റാണ്. റൈഡറിന് ഗട്ടറൊന്നും ചാടുമ്പോൾ അങ്ങനെ അത്രയ്ക്ക് ഫീൽ പോലും ചെയ്യില്ല. പക്ഷേ ബാക്ക് സസ്പെൻഷൻ ഇത്തിരി ഹാർഡാണ്. അപ്പോൾ പില്യണായിരിക്കും ഇത്തിരി ഗട്ടറിൻ്റെ ഒരു ഫീൽ കൂടുതൽ വരാൻ പോകുന്നത്. വണ്ടിയുടെ ഡയൽ പാഡ് അത്ര ക്ലിയർ അല്ലാത്ത കാരണം സൈഡിൽ ഞാൻ അതിൻ്റെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഡയൽ പാഡേ വെച്ചേക്കാണ്. ഇതും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ് 4th ഗിയറിൽ കിട്ടിയ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 120 km ആണെന്ന്. ഈ വണ്ടിക്കുള്ളത് 5 ഗിയറാണ്. 4th ഗിയറിലെത്തിയ ടോപ്പ് സ്പീഡാണ് 120.
ഈ വണ്ടിയുടെ ഒഫീഷ്യലായിട്ട് കൊടുത്തേക്കുന്ന ടോപ്പ് സ്പീഡും 120 അപ്പോൾ ഇനി ഒരു ഗിയർ ബാക്കിയുണ്ട്. ഇപ്പോൾ 5th ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തേക്കാണ്. 5th ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ തന്നെ 120 ജസ്റ്റ് ക്രോസ് ചെയ്തേക്കാണ്. പക്ഷേ കൂടുതൽ ടെസ്റ്റ് അടിക്കാൻ നമുക്ക് ഈ റോഡിൽ സാധിക്കുന്നതല്ല. 5th ഗിയറിൽ നിന്നുള്ള പവർ ഡെലിവറി വളരെ ടൈം ടേക്കിംഗ് ആണ്. ഒരു സ്ട്രെയിറ്റ് റോഡിൽ അത്യാവശ്യത്തിന് ടൈം എടുത്ത് നമ്മൾ ഈ വണ്ടി ഓടിച്ചാൽ മാത്രമാണ് ഇതിൻ്റെ മാക്സിമം സ്പീഡിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഏകദേശം 130 വരെ ടോപ്പ് സ്പീഡ് കയറാൻ പറ്റാവുന്ന ഒരു കപ്പാസിറ്റി ഉള്ള വണ്ടിയാണിത്. ഇന്നത്തെ ബെനെല്ലിയുടെ റിവ്യൂ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറ്റാവുന്നതും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോ നിങ്ങൾ ഇനിയും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറ്റാവുന്നതും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇറക്കുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അറിയാവുന്നതുമാണ്. എൻ്റെ നെക്സ്റ്റ് വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ്. അതുവരെ പീസ് ഔട്ട്.